വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ആവശ്യത്തിന് പാലെടുത്തതിന് ശേഷം കുറച്ച് സാബൂദന അല്ലെങ്കിൽ ചവ്വരി കുറച്ച് കഴുകി കുതിർത്ത് മാറ്റി വയ്ക്കുക. പാല് നന്നായി തിളച്ചതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാര ഇടുക. ആവശ്യത്തിന് മധുരം ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇടുന്നതിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര ഇടുക. അതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇടുക. ഒരു 2-3 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടുക. പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. കട്ടകളുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക. കസ്റ്റാർഡ് പൗഡർ ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ടകളൊന്നും ഇല്ലാതെ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിനെ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. മേബി കട്ടകളുണ്ടെങ്കിൽ ഞാനതൊന്ന് അരിച്ചെടുക്കും. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമ്മുടെ സാബൂദന ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 4-5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഇത് കുക്കാവും. കുക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നോട്ട് ദ പോയിൻറ്റ്, വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പാലിൻ്റെ നിറമൊക്കെ ഒന്ന് വ്യത്യാസം വരും. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ വരും. നന്നായി കുറുക്കം കിട്ടും. കുറുകിയതിന് ശേഷം ഇതാ കുറച്ച് മിഠായി മേറ്റാണ് ചേർക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് സാബൂദന റെഡി ആയിട്ടുണ്ട്. ഇനി അത് 1 to 2 hour വെച്ചൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. ശേഷം നല്ല തണുപ്പോട് കൂടിയിട്ട് സെർവ് ചെയ്യുക. വളരെ ടേസ്റ്റാണ്. കണ്ടില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ലൂസാക്കി വിടണമെങ്കിൽ ലൂസാക്കി വിടാം, ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം. ഒക്കെ നമ്മൾ മേക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.